18 കൊല്ലം ഉണങ്ങാത്തൊരു മുറിവ്, അത് എങ്ങനെ ഉണ്ടായത്? അത് കിട്ടിയതാണ്. ആണ്. 18 കൊല്ലമായിട്ട് കാലിൽ ഉണങ്ങാത്തൊരു മുറിവായിട്ട് ഈ 18 കൊല്ലവും കാണിക്കാത്ത ചികിത്സകളില്ല അല്ലേ? കുറേ ചികിത്സ ചെയ്തില്ലേ? മരുന്ന് കഴിച്ചു, പിന്നെന്തൊക്കെ ചെയ്തു? അത് പക്ഷെ എന്നിട്ട് അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? മുറിവ് കൂടുന്നതല്ലാതെ കാലിലൊരു വലിയ വ്രണമായിരുന്നു. നിങ്ങളൊന്ന് കാണണമായിരുന്നു. വലിയ വ്രണത്തിൽ കൂടെ അതിങ്ങനെ വെള്ളമൊക്കെ ഒലിച്ച് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ഒരു വ്രണം. 18 വർഷം, 1-2 അല്ല. നമുക്കറിയാം, ഒരു സ്ത്രീയെ, കൂനുള്ള സ്ത്രീയെ 18 വർഷം കെട്ടിട്ടുന്ന പോലെ തന്നെ ഒരു വലിയ വ്രണം ഈ ബ്രദറിൻ്റെ കാലിൽ ഉണ്ടായിരുന്നു. 18 വർഷമായ വലിയ മുറിവ് ഉണങ്ങി. ഇത് കണ്ടോ, ഈ കാലിൻ്റെ ഉണങ്ങി ആ വെളുത്ത തൊലിയെല്ലാം വന്നത് കവർ ചെയ്ത്. 18 വർഷമായിട്ട് മെഡിക്കൽ സയൻസിന് നിങ്ങൾ കയ്യടി ഇത് പോരാ. കാരണം 18 വർഷമായിട്ട് ഒരു ഡോക്ടേഴ്സിനും ഒരു മെഡിസിനും ചെയ്യാൻ പറ്റാത്തത് ഒറ്റ പ്രാർത്ഥന. ഈ ഹാളിൽ വെച്ച് നടന്ന പ്രാർത്ഥനയിൽ, ഈ ഫ്രണ്ടിൽ വെച്ചാ പ്രാർത്ഥിച്ചത്. ഈ ഫ്രണ്ടിൽ വെച്ച് നടന്ന പ്രാർത്ഥനയിൽ ദൈവം സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ. ബ്രദറെ, നമുക്ക് ചില ആളുകൾക്ക് വ്രണം ശരീരത്തിൽ വന്നിട്ട് ചിലപ്പോൾ കാലിലോ കയ്യിലോ ഒക്കെ വന്നിട്ട് അത് ഉണങ്ങാതെ നിൽക്കുന്നു. എത്ര ചികിത്സിച്ചാലും മാറാത്തൊരവസ്ഥ. പല രീതിയിലുള്ള നാട്ടുവൈദ്യം, ഇംഗ്ലീഷ് മരുന്നൊക്കെ ചെയ്തിട്ടും അത് മാറാതെ വരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ശരീരം? അതായത് നമുക്ക് അവർ നോക്കുമ്പോൾ കാണാം ഇങ്ങനെ വ്രണം കൂടി കിടക്കും. എന്നാൽ നമുക്ക് ഒരാൾ 18 വർഷമായിട്ട് ഒരാൾ ഇതേ രീതി വന്നായിരുന്നു. അയാളുടെ വ്രണം ഉണങ്ങുന്നില്ലായിരുന്നു. അത് പിന്നീട് ആ വ്രണത്തിൽ അവസാനം ഹോളി വാട്ടർ, നമ്മുടെ ജീസസ് വിഷൻ്റെ ഹോളി വാട്ടർ തളിച്ചിട്ട് ഓപ്പറേഷൻ ബോണ്ടേജ്, സബ്ജുക്കേഷൻ ബോണ്ടേജ് എന്ന് പറയും. ഈ 2 ബോണ്ടേജ് അഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് വിടുതലായത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം വന്നിട്ടില്ല, ഉണങ്ങി തന്നെ ഇരുന്നു. അത് ഡെസ്റ്റിന് അറിയാമല്ലോ, നാസു ഹോളിയിൽ വെച്ച് നടന്നതാണ് നമ്മുടെ വീഡിയോ. അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെ 2003 വർഷം ഉണ്ടായിരുന്നു വന്നു. ഇപ്പം അല്ലേ 3 വർഷമായി. അത് ഓൾറെഡി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫുള്ള് ഹീലായി. ഒരു മാസം കഴിഞ്ഞ് ഞാൻ 7 പ്രാവശ്യമാണ് പ്രാർത്ഥന പറഞ്ഞത്. അതെ, കാരണം ആ വ്രണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും എന്തുവരുന്നു വർഷങ്ങളെ 18 വർഷം എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു തുള വീഴും. അതെ, ആ രീതിയിലേക്ക്. പക്ഷെ അത് ഒരാഴ്ച കൊണ്ട്, 1 വീക്ക് കൊണ്ട്. ഞാനത് അഴിച്ച് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. ഡെസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൂടെ ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. ഞാനാ ഫോണിൽ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ അറിയാമോ? നമ്മളെല്ലാം, ഞാനിപ്പോൾ എപ്പോഴും പറയും ഓപ്പറേഷൻ ബോണ്ടേജ് എന്ന് പറയും. അതെന്താണെന്ന് അറിയാമോ? ശരീരത്തിൽ അധികാരം സ്ഥാപിച്ച് അതിനെ പീഡിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നൊരു ബോണ്ടേജാണ്. എന്നാൽ അത് സബ്ജുക്കേഷനാണ്. അത് സബ്ജുക്കേഷൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞത്. ഓക്കെ. ഓപ്പറേഷൻ ബോണ്ടേജ് എന്ന് പറയുന്നത്, അതായത് ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ, ഒരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ ഉണ്ടല്ലോ, ഒരു സ്പിരിച്വലിന് ഒരു സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ. ആ സ്പിരിറ്റ് കംപ്ലീറ്റ് ഡാമേജ് ആക്കും. എന്നിട്ട് ഈ വ്യക്തിക്ക് ആത്മീയമായിട്ട് യാതൊന്നും കാണത്തില്ല. ടോട്ടലി സീറോ ആക്കും. പ്രാർത്ഥന ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവും. എല്ലാം ചടങ്ങായിട്ടിരിക്കും. പക്ഷെ ടോട്ടൽ സീറോ ആക്കിയിട്ട് ഈ മനുഷ്യൻ്റെ അകത്തേക്ക് ഈ ഓപ്പറേഷൻ ബോണ്ടേജ് എന്ത് ചെയ്യുമെന്ന് അറിയോ? ഭയങ്കര ഒരു ബന്ധനം ഇട്ട് കൊടുക്കും. അതായത് ഞാൻ യോഗ്യനല്ല ദൈവത്തിൻ്റെ മുമ്പിൽ, എന്നെ ഇനി ഒരിക്കലും ദൈവം എടുക്കത്തില്ല, എനിക്കിനി ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര ഒരു ബന്ധനം ഈ വിശ്വാസം ഇവർക്ക് ഇട്ട് കൊടുക്കും. പോയാലും ഗുണമില്ല, അവരുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഈ ഒരിക്കലും രക്ഷ തേടി ആരുടെ അടുത്ത് പോകത്തില്ല, ദൈവസന്നിധിയിൽ പോകത്തില്ല. പിടികിട്ടിയോ? അവിടെ പോകത്തില്ല. അങ്ങനെ ഇവനെ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തിട്ട് സ്വഭാവ ദൂഷ്യം കൊണ്ട് നിറയ്ക്കും. ഭയങ്കരമായിട്ട് നിറച്ചു കളയും. മോശപ്പെട്ട അങ്ങ് പിന്നെ ദേഷ്യം, പിന്നെ മദ്യപാനത്തിനടിമ, പിന്നെ വെറിക്കൂത്തിനടിമ, ഇങ്ങനെ അതിൽ നിന്നും മോചനം ഇവർ പ്രാപിക്കത്തില്ല. അതാണ് ഓപ്പറേഷൻ ബോണ്ടേജ് ആയിട്ട്. അതെ അങ്ങനെ ഇവരെ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് പറ്റുമെന്നറിയോ? ഒരു മുറിവ് ഇവർക്കുണ്ടായ, അല്ലെങ്കിൽ ഇവർക്കൊരു രോഗം ഉണ്ടായ, അല്ലെങ്കിൽ ഒരു തലവേദന ഉണ്ടായ ഒരിക്കലും സുഖപ്പെടത്തില്ല. അതിങ്ങനെ കാലാകാലം ദൈവം വന്ന് കാരണം ഇവർ മെഡിക്കലിൽ പോയിട്ട് സുഖപ്പെടണം. ഈ മെഡിക്കലിൽ പോയി പെട്ട് രക്ഷപ്പെടുന്ന രക്ഷപ്പെട്ടുണ്ട്. പക്ഷേ മെഡിക്കലിൽ പോയി രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ അധോഗതിയാണ്.
പിശാച് ഈ ഓപ്പറേഷൻ ബോണ്ടേജ് നിൽക്കുന്ന ഒരാൾക്ക് ഒരു അസുഖം വന്ന് അയാളെ മെഡിക്കൽ ടീം തള്ളിക്കഴിഞ്ഞാൽ അയാളുടെ അധോഗതി അയാൾക്ക് സുഖപ്പെടത്തേ ഇല്ല. ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ അവനെ മനസ്സിലാവും പോകത്തില്ല. അതാണ് അതിനെ ഓപ്പറേഷൻ ബോണ്ടേജ്. അതാണ് ദൈവത്തിൻ്റെ അടുത്ത് പോകത്തില്ല. അപ്പം നമ്മൾ ആ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഓപ്പറേഷൻ ബോണ്ടേജ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പറ്റിയ ഒരു ഇതുണ്ട്. അത് ഡെലിവൻസ് വരവുള്ളവർക്ക് അത് അറിയത്തുള്ളൂ. അത് വെച്ചുകൊണ്ട് അത് ആദ്യം അഴിച്ചിട്ട് പിന്നീട് ആ ഹോളി വാട്ടറിൻ്റെ ശുശ്രൂഷയാണ് പിന്നെ അടുത്തത്. അതിലഴിയും. അവിടെയാണ് ഡെലിവർ ആകുന്നത്. അവിടെ ഡെലിവർ ഈ ഒരു രോഗം മാറ്റം വരുന്നു. നമ്മൾ അന്ന് വന്ന വ്യക്തിക്ക് ഈ പ്രശ്നമായിരുന്നു, അതായത് ഓപ്പറേഷൻ ബോണ്ടേജ് ആയിരുന്നു. ഓപ്പറേഷൻ ബോണ്ടേജ് ഇല്ലാതെ ഇത്രയും സൗഖ്യപ്പെടാതെ ഇരിക്കത്തില്ല. 18 വർഷം പോകത്തില്ല. ഓപ്പറേഷൻ ബോണ്ടേജിൽ നിന്ന് ഇവരെ ഇതിലേക്ക് കൊണ്ടുപോകും. അതായത് സബ്ജുക്കേഷൻ എന്ന് പറയും, പീഡനം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. ആ ശരീരത്തെ പൂർണ്ണമായി അത് ഈ സബ്ജുക്കേഷൻ ബോണ്ടേജ് എന്ന് പറയുന്ന ഒരു ബോണ്ടേജ് ഒരു മനുഷ്യൻ്റെ ഫ്ലഷിൽ വരുന്നത് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ആദ്യമേ വീടിനെ ബന്ധിക്കും. ഈ വീടിൻ്റെ ബന്ധനത്തിൽ നിന്നാണ് അവിടെ താമസിച്ചാണ് ഈ സബ്ജുക്കേഷൻ ബോണ്ടേജ് വരുന്നത്, ഒരു വ്യക്തിയിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ആ ബോഡി, ആ ഫ്ലഷ് അവസാന സൈഡിലും മറിക്കുക, അങ്ങനെ വരുന്ന ആ ഫ്ലഷിൽ അയാളുടെ അപ്പോൾ എന്താണ് ശരീരത്തിലാണ് ആയത് അല്ലേ? ഇപ്പോൾ സോള് ഫ്രീ അല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവൻ്റെ ശരീരത്തിലാവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ സോൾ എന്തുവാണ്? സോള് ഫ്രീ ആണ്. സോള് ഫ്രീ അല്ലേ? വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോഴാണ് ഓപ്പറേഷൻ ബോണ്ടേജ് ആക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ ബോണ്ടേജിൽ സോള് മാനസാന്തരം ഉണ്ടോ? ഇല്ല. ഞാൻ യോഗ്യനല്ല, ദൈവത്തിൻ്റെ ഒപ്പിൽ ചെല്ലാൻ യോഗ്യനല്ല, പാടില്ല. പിന്നെ ഏതെങ്കിലും ഒരു ബലഹീനതയിലായിരിക്കും ഈ സോള് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒന്നുകിൽ ക്ഷിപ്രകോപം, അല്ലെങ്കിൽ പിന്നെ നിരാശ, അല്ലെങ്കിൽ ആകുലത, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഈ സോള് തളഞ്ഞു കിടക്കും. അതിൽ ലോക്ക് ചെയ്തിടും. അതിനെ ലോക്ക് ചെയ്തിടും. അങ്ങനെ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഇവൻ്റെ സോളും പോയി, ഇവൻ്റെ ഫ്ലഷും പോയി. അങ്ങനെ വരുമ്പോൾ എത്ര മരിക്കുന്നത് വരുമ്പോൾ ഇത് അന്ന് നമുക്ക് ഈ സൗഖ്യം ഈ കാലിന് നടന്നില്ലെന്നുണ്ടെങ്കിൽ അയാളുടെ കാലം ഇന്നും കണ്ടേനെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചു വരാൻ ഭയങ്കരമായിട്ട് വെമ്പൽ കൊള്ളുന്ന സ്പിരിറ്റായത്. പുള്ളി ഇപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. ഇടയ്ക്ക് നിർത്തി പുള്ളി. അതായത് കണ്ടിന്യൂസ്ലി ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞപ്പം അതിന്റെ ചെറിയ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്ക് പേടിയായി. ഒരു രോഗശാന്തിക്ക് വേണ്ടി സാധാ മനുഷ്യർ ദൈവത്തെ സമീപിക്കുന്ന രീതിയുണ്ട്. പക്ഷെ ആ രീതി വരരുത്. ഇത്രയും എൻ്റെ ജീവിതത്തിൽ ചെയ്ത ദൈവത്തെ ഞാൻ അത്രയും സ്നേഹിക്കണമെന്നൊരു മൈൻഡിൽ വേണം വരാനായിട്ട്. പിന്നെ അയാളുടെ ലൈഫ് മൊത്തം അത് കടപ്പെടണം. ഇത് അയാളുടെ ഇതിൽ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് അടുത്ത തലമുറയിലേക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഇത് ഈ ബോണ്ടേജ് ഇപ്പൊ ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്. അതായത് ഒരു വ്യക്തിക്ക് സോളും ശരീരമുണ്ട്. ഇത് രണ്ടിലേക്കും രണ്ടിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അസുഖം വന്നാൽ മാറത്തില്ല. ഓപ്പറേഷൻ ബോണ്ടേജ് ആണെങ്കിൽ പിന്നീട് ആ വ്യക്തി താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ സബ്ജുക്കേഷനിലേക്ക് വരെ എത്താം. വീടിൽ നിന്ന് വീട് ബന്ധനമായി കഴിഞ്ഞാൽ അത് സബ്ജുക്കേഷൻ ബോണ്ടേജ് എന്ന് പറയുന്ന ബന്ധനത്തിലേക്ക് മാറും എന്ന് പറയുന്നത് പീഡനമാണ്. മാനസിക പീഡനം, ശരീരത്തിന് പീഡനം, എല്ലാ പീഡനവും ഉണ്ടാകും. ഈ പീഡനം ഉണ്ടായാലും മെഡിക്കലിൽ പോയിട്ട് സൗഖ്യം ഉണ്ടാവാം. ഇപ്പോൾ ആശുപത്രിയിലെ മരുന്നൊക്കെ കഴിക്കുമ്പോൾ സൗഖ്യം ഉണ്ടാവും. ഇത്രയും ഡോക്ടർമാരെ കണ്ടിട്ടും സൗഖ്യം ഉണ്ടാവുന്നില്ലെങ്കിൽ സോളും കൂടെ പോയിട്ടാണ്. രണ്ടും ഒരുപോലെ പോയി കഴിഞ്ഞാൽ സൗഖ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ രക്ഷിക്കാൻ ഇവരുടെ സോളിന് ഇവർക്ക് ഒരിക്കലും കഴിവില്ലല്ലോ. ഇവർക്ക് കാരണം സോൾ കൊണ്ട് തിരിച്ചു തരാം. പിന്നെ നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷകരാണ് ആ സോളിനെ വീണ്ടെടുക്കേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. യേശുവിനെ കൊടുത്ത് കർത്താവിൻ്റെ ശുശ്രൂഷകർ. അതുകൊണ്ടാണ് ഹോളി വാട്ടർ തെളിച്ചത്. ആ കാലയിൽ ഹോളി വാട്ടർ ഞാൻ ശരിക്കും തെളിക്കുക. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് മൊത്തം ഒരു കുപ്പി തുറന്ന് മൊത്തം തെളിക്കുന്നുണ്ട്. എനിക്കത് ഓർമ്മയുണ്ട്. നല്ല ഇപ്പം ക്ലിയർ ആയല്ലോ. ഓപ്പറേഷൻ ബോണ്ടേജ് എന്താണ്, സബ്ജുക്കേഷൻ ബോണ്ടേജ് എന്താണ് എന്നുള്ളത് മനസ്സിലായി. ഈ വ്യക്തിയുടെ ഭവനത്തിൽ ഓൾറെഡി സബ്ജുക്കേഷൻ ബോണ്ടേജ് ഉണ്ടാവുമോ? അതേ ഉണ്ടാവും. ഈ ഭവനം വീട് ബന്ധനമാണ്, അല്ലാതെ ഇങ്ങനെ വരത്തില്ല. ഇത്രയും വരത്തില്ല. ഈ ഓപ്പറേഷൻ ബോണ്ടേജിന്റെ ഒരു സിറ്റുവേഷൻ ബൈബിളിൽ നിന്ന് നമുക്ക് എവിടെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പോൾ ബൈബിളിൽ ഡിസംബർ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. നമ്മുടെ ഈ അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെ ഏതിലാണ് ലേവ്യ പുസ്തകത്തിലല്ലേ മറ്റേ കുഷ്ഠം വരുന്ന
അപ്പം ആ ലേവ്യ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യന് കുഷ്ഠം വന്ന് ആദ്യമൊക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത്ര ദിവസം ചെക്ക് ചെയ്യണം, അതിനുശേഷം പുരോഹിതനെ കാണിക്കണം, പിന്നെ അവനെ അശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണം. അത് ഈ ഓപ്പറേഷൻ ബോണ്ടേജിൻ്റെതും സബ്ജുക്കേഷൻ ബോണ്ടേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ബന്ധനമാണെന്നാണ്. ഈ വീടിന് പൂപ്പൽ വരുന്ന അശുദ്ധി എന്ന് പറയുന്നത് ബന്ധനത്തിൻ്റെ വേറൊരു ഭാഗമാണ്. അതുകൊണ്ട് അശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ അവന് പിന്നെ സഭയിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അത് പകരും, സമൂഹത്തിൽ നിന്ന് അത് പകരുന്നത് കാരണമാണ് ദൈവം അത് പറഞ്ഞത്. അന്നത്തെ കാലത്ത് പകരും. ഈ ബന്ധനത്തിൻ്റെ പ്രത്യേകത അത് തന്നെ, ഇത് ട്രാൻസ്ഫർ ആവും. ബന്ധനം ഒരാൾ തന്നെ സ്റ്റോപ്പായി ഈ ലോകത്ത് നിന്ന് അയാൾക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഡെസ്റ്റിൽ ഒരു ബന്ധനം കൂടെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഡെസ്റ്റിൻ്റെ കുടുംബത്തിൽ നിന്ന് പോകത്തില്ല. അപ്പം ഞാൻ മരിച്ചാലും അത് അടുത്ത ആളിലേക്ക് പോകും, അടുത്ത വ്യക്തിയിലേക്ക്, അതിലെ കുടുംബത്തിൽ കാണും. ഡെസ്റ്റിൻ ഈ സ്പിരിറ്റ് എന്ത് പാപം ചെയ്തപ്പോഴാണോ ഡെസ്റ്റിനിൽ വന്നത്, അതേ പാപം പിൻതലമുറക്കാർ ചെയ്യുമ്പോൾ അവരിലേക്ക് കയറും. അതിന്റെ കാരണം പൂർവ്വശാപത്തെ കുറിച്ച് പറയുന്നത് അതേ തന്നെയാണ്. നീ അതേ പാപം ചെയ്താൽ അത് തന്നെ നീ വരും, അല്ലെങ്കിൽ അപ്പന്റെ ഇത് അതായത് അപ്പൻ ചെയ്യുന്ന പാപം മകന്റെ മേൽ വരുത്തില്ലെന്ന് എസെക്കിയേൽ പറയുന്നുണ്ട്. പക്ഷേ അവൻ ചെയ്യുവാണെങ്കിൽ വരുമെന്നും പറയുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ തൊട്ടപ്പുറത്ത് ഇവൻ ചെയ്യാതെ ഇവൻ നീതി പ്രവർത്തിക്കുകയാണ്. അപ്പൻ ചെയ്ത പ്രവർത്തി ചെയ്യാതെ നീതി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവന് വരുത്തില്ല. ഞാനെന്തുവാ പറഞ്ഞത്, അവൻ ആ പാപം ചെയ്ത ഡെസ്റ്റിൻ ബ്രദർ ഏത് കാര്യം ചെയ്തപ്പോഴാണോ ഈ ഒരു വിഷയം വന്നത്, ആ വിഷയം തന്നെ എന്ത് സംഭവിക്കുകയാണ്, ട്രാൻസ്ഫർ ആവും. മറ്റേ ട്രാൻസ്ഫർ ആകും. അവൻ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ആകും. അതേ സ്പിരിറ്റ് ഇവിടേക്കും ട്രാൻസ്ഫർ ആവും. അപ്പൊ അധികാരമായി അവന്, സ്പിരിറ്റിന് അവന് അധികാരമായി, വാതിൽ തുറന്നിട്ടുള്ളൂ. അങ്ങനെയാണ് കയറുന്നത്. ശരിക്കും ഈ പുതിയ നിയമത്തിൽ യേശു തന്നെ പറയുന്നുണ്ടല്ലോ, നീ ഇപ്പൊ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, ദേവാലയത്തിൽ പോകാൻ പറയുന്നു, ഒരാൾ മാത്രം വന്ന് തിരിച്ച് നന്ദി പറയുന്നു. യഥാർത്ഥത്തിൽ ഈ സിറ്റുവേഷൻ തന്നെയാണ്. ബോണ്ടേജ് അഴിക്കുക. യേശു ചെയ്തത് പച്ചയ്ക്ക് ബന്ധനം അഴിക്കുക. ഇത് വർഷങ്ങളായി ഈ വർഷങ്ങളായി മുറിവുകളും വ്രണമായിട്ട് നിന്നവൻ്റെ ഒറ്റ അഴിപ്പ്, അതോടുകൂടി ആ 10 സുഖപ്പെട്ടു.